32 പല്ലും ഇളിച്ചു കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ദൈവമേ, ഇനിയൊരു സിനിമ നടനായിരുന്നോ? ഒരു നിമിഷം ഞാൻ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ റിവൈൻഡ് ചെയ്തു നോക്കി. ഇത്തിരിയില്ലാത്ത കൊച്ചു വരെ വന്ന് സെൽഫി എടുത്തപ്പോഴെങ്കിലും ഞാൻ ആലോചിക്കണമായിരുന്നു. ഒക്കെ പോട്ടെ, ആ ജാട കണ്ടപ്പോഴെങ്കിലും ഞാൻ മനസ്സിലാക്കണമായിരുന്നു. സാരമില്ല, ഇനി അയാളെ കാണാനൊന്നും പോകുന്നില്ലല്ലോ. അതും വിചാരിച്ച് ആശ്വസിച്ചുകൊണ്ട് സ്നേഹതീരത്തിലേക്ക് വിട്ടു. പഴയ ആൾക്കാരൊന്നും മാറിയിട്ടില്ല. സെക്യൂരിറ്റി മുതൽ എല്ലാവരും എനിക്കറിയാവുന്നവർ ആയതുകൊണ്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അച്ഛൻ മാധവേട്ടനോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോയി. ആ, മോള് വന്നോ? ശ്രീനി പറഞ്ഞായിരുന്നു ഉച്ചയ്ക്കാൾ ലാൻഡ് ചെയ്തെന്ന്. ആ മാധവേട്ട, വന്ന് ശാപ്പാടും ഒരുറക്കവും കഴിഞ്ഞ് എഴുന്നേറ്റ് നേരെ ഇങ്ങോട്ടിറങ്ങി. അതേതായാലും നന്നായി. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. ശ്രീനി സൂചിപ്പിച്ച് കാണണം. ഞാൻ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ മാധവേട്ടനോട് കണ്ണും കലാശവും കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഡീസൻ്റായി. ഇല്ലല്ലോ, അച്ഛനൊന്നും പറഞ്ഞില്ല. എന്താ കാര്യം? അത് മോളെ, മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആളെ ആക്കിക്കോളാം. പറ മാധവേട്ടാ, കാര്യം പറയാതെ ഞാൻ എങ്ങനെയാ സമ്മതമാണോ അല്ലയോ എന്ന് പറയാ? മോളെ, ഇവിടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവര് ഒരാഴ്ച മുമ്പ് റിസൈൻ ചെയ്തു പോയി. കുറെ ആളെ അന്വേഷിച്ചു, ഒന്നും അങ്ങോട്ട് ശരിയായില്ല. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കാര്യം മോളൊന്ന് ഏറ്റെടുക്കുവോ? ഡാൻസ് ഒക്കെ എന്നോ നിർത്തിയതാണ്. ഓർമ്മയുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷെ മാധവേട്ടനോട് പറ്റില്ല എന്ന് പറയാനും വയ്യ. ഇത്തിരി സങ്കോചത്തോടെയാണെങ്കിലും ഞാൻ സമ്മതിച്ചു. നാളെ മുതൽ വരാമെന്ന് ഏറ്റു. എന്തൊക്കെയോ സംസാരിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല. അമ്മുക്കുട്ടിയെ ഞാൻ അവിടെയൊക്കെ തെരഞ്ഞു, കണ്ടില്ല. പല പല സ്ഥലത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ ഇവിടെയുണ്ടെങ്കിലും മുൻപൊരിക്കൽ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി വരുന്ന വഴി എനിക്ക് കിട്ടിയതാണ് എൻ്റെ അമ്മൂട്ടിയെ. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല, പക്ഷെ മിടുക്കി കുട്ടിയാണ്. ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ അവളോടൊന്ന് പറയാൻ പോലും പറ്റിയില്ല. വെറും 3 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞിട്ട് എന്ത് മനസ്സിലാവാനാ? ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ടാവും. എന്നെയൊക്കെ മറന്നും കാണും. ഇങ്ങനെ പലതും ആലോചിച്ച് നടക്കുമ്പോഴാണ് ഒരു വിളി കേട്ടത്. ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. എൻ്റെ അമ്മുക്കുട്ടി. അപ്പോൾ അവളെന്നെ മറന്നിട്ടില്ല. ഞാൻ ഓടിച്ചെന്ന് അവളെ എടുത്ത് കറക്കി. പക്ഷേ അവൾ കുതറി മാറി. തോണ്ട. ചുണ്ടും മലർത്തിയുള്ള അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ചിരി പൊട്ടി. ചുടാ, എൻ്റെ വാവയ്ക്ക് എനിക്ക് ദേഷ്യമാണോ? അവൾ പറഞ്ഞ അതേ രീതിയിൽ ഞാനും ചോദിച്ചു. അപ്പൊ എന്നോട് പയ്യാൻ ടാറ്റ പോയില്ലേ? അന്ന് അങ്ങനെ പോവേണ്ടി വന്നു മോളിസേ, സോറി, ഒന്ന് ക്ഷമിച്ചേക്ക്. അവളൊന്ന് മൂളി. ഞാൻ അവളെയും എടുത്ത് വരാന്തയിലൂടെ നടക്കാൻ തുടങ്ങി. ആദു, നമുക്ക് ആദിയുടെ അടുത്ത് പോവാലോ? ആദി പാട്ട് പാടിത്തരും. ആദിയോ? അതാരാ? എനിക്ക് മനസ്സിലായില്ല. ആദി ഇവിടുത്തെ മാഷ മോളെ. പിള്ളേരെയൊക്കെ പാട്ട് പഠിപ്പിക്കാൻ നിർത്തിയേക്കണതാ. പണ്ടത്തെ നിന്റെ ഡ്യൂട്ടി മുഴുവൻ ഇപ്പോൾ അവനാ. ഇവർക്കൊക്കെ അവൻ മതി. ഇപ്പോ അവിടെ പിറകിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ. മാധവേട്ടൻ പറഞ്ഞപ്പോൾ അമ്മുവിനെയും കൊണ്ട് ഞാൻ പിറകിലേക്ക് പോയി. ദൂരെ നിന്നേ മധുരമായ ശബ്ദം കാതിലെത്തുന്നുണ്ട്. നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിനെ നെഞ്ചിൽ കിടത്തി ഉറക്കുന്നുമുണ്ട്. കുട്ടികളെല്ലാം സുഖമായിട്ട് താരാട്ടും കേട്ട് ശാന്തമായിട്ട് കിടക്കുന്നു. ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് പാട്ടിൽ ലയിച്ചു നിന്നുപോയി. അത്രയ്ക്കും മനോഹരമായ ശബ്ദം. അതിനേക്കാൾ ഉപരി ചിരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വിരിയുന്ന നുണക്കുഴി, എല്ലാം ഒരതിശയത്തോടെ ഞാൻ നോക്കി നിന്നുപോയി. ആദി, അമ്മുമോളുടെ വിളിയാണ് എന്നെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവളുടെ വിളി കേട്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അയാൾ വന്നു. ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി. ആദി, ഇതാ എൻ്റെ ആദു. അവൾ എന്നെ ചൂണ്ടി പറഞ്ഞപ്പോൾ അയാൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. തിരിച്ചു ഞാനും. ആദി, നിനക്കറിയില്ലല്ലോ, ഇത് ആർദ്ര, നമ്മുടെ ശ്രീനിയുടെ മോളാ. നിനക്ക് മുൻപ് ഇവളായിരുന്നു ഇവിടുത്തെ മെയിൻ. ഈ കാന്താരി പറഞ്ഞിട്ട് അറിയാം. ഇവൾ എപ്പോഴും പറയാറുണ്ട് ആദുവിന്റെ കാര്യം. ആദി അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മുമോളോടുള്ള വാത്സല്യം ഒന്നുകൂടി കൂടി. ഞങ്ങൾ പരിചയപ്പെട്ടു. അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതമല്ലെന്ന് തോന്നി. കീറി മുറിച്ച് സംസാരിക്കുന്ന 1-2 വാക്കുകൾ. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. മോളെ, നമുക്കിറങ്ങാം. അച്ഛൻ്റെ വിളി കേട്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ആദി, ഇതാണെൻ്റെ മോള്. നാളെ മുതൽ ഡാൻസിന്റെ കാര്യം ഇവളെ ഏറ്റിട്ടുണ്ട്. ആദി അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മുമോളോടുള്ള വാത്സല്യം ഒന്നുകൂടി കൂടി.
ഞങ്ങൾ പരിചയപ്പെട്ടു. അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതമല്ലെന്ന് തോന്നി. കീറി മുറിച്ച് സംസാരിക്കുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. മോളെ, നമുക്കിറങ്ങാം. അച്ഛൻ്റെ വിളി കേട്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ആദി, ഇതാണെൻ്റെ മോള്. നാളെ മുതൽ ഡാൻസിന്റെ കാര്യം ഇവളെ ഏറ്റിട്ടുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മുമോൾക്കൊരു മുത്തവും കൊടുത്തിട്ട് ഞാനും കൂടെ ഇറങ്ങി. നാളെ വരൂലേ അതു? വരാലോ ചക്കരെ, അവളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ ആദി ഒരു ചിരിയോടെ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും ആർദ്രയ്ക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഏതു നേരവും ആദിയെ ഓർമ്മ വരുന്നു. ഓർഫനേജ് മുഴുവൻ അന്വേഷിച്ചപ്പോൾ അവന്റെ ഡീറ്റെയിൽസ് കിട്ടി. മുഴുവൻ പേര് ആദിത്യൻ. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. സ്നേഹതീരവും അവിടുത്തെ കുട്ടികളും മാത്രമാണ് ആദിയുടെ ലോകം. പക്ഷേ ഇതൊന്നും ഒരു കുറവായി ആർദ്രയ്ക്ക് തോന്നുന്നില്ല. ഓരോ ദിവസവും അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടി വരികയായിരുന്നു. ദൈവമേ, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയൊക്കെ ആദ്യം വന്ന് നിൽക്കുന്നത് പോലെ തോന്നുക. മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് അവനോട് പ്രേമം തോന്നി തുടങ്ങിയോ? പെട്ടല്ലോ ഈശ്വര. ചിന്തകൾ ഏറിയപ്പോൾ അവനെ ഒന്ന് കാണണം എന്നവൾക്ക് തോന്നി. നേരെ സ്നേഹതീരത്തിലേക്ക് പോയി. അവിടെ ഒരു മരച്ചുവട്ടിൽ തനിച്ചിരിക്കുന്ന ആദിയെ കണ്ടപ്പോൾ അവൾ അങ്ങോട്ട് പോയി. സാറെന്താ ഇവിടെ ഇരിക്കുന്നത്? ഏയ്, വെറുതെ ഇരുന്നതാണ്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് 2 രോഗത്തിന്റെ ലക്ഷണമാണ്. ആദി എന്നെ സംശയത്തോടെ നോക്കി. ഒന്ന് ഭ്രാന്തിന്റെ, മറ്റേത് പ്രേമത്തിന്റെ. തനിക്കിതിലേതാ? അവന്റെ മനസ്സറിയാനെന്നോണം അവള് പുഞ്ചിരിയോടെ ചോദിച്ചു. എങ്കിൽ തനിക്ക് തെറ്റിയടോ. എനിക്ക് ഈ 2 സൂക്കേടുമില്ല. ചില സമയങ്ങളിൽ തനിച്ചിരിക്കുന്നത് നല്ലതാ. ഭൂതവും ഭാവിയും ആലോചിച്ചിരിക്കാം. ജീവിതം നന്നായി ജീവിക്കണമെങ്കിൽ വ്യക്തമായ ധാരണ ഉണ്ടാവണം. കഴിഞ്ഞതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചും. ഞാനൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. എന്താ മാഡം ഇങ്ങനെ നോക്കുന്നത്? വെറുതെ ഫിലോസഫി കേട്ട് നോക്കിയതാ. ജീവിതത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ള മെച്യൂരിറ്റി സാറിനായോ? സാറിന് ഒരുപാട് പ്രായമൊന്നുമില്ലല്ലോ. മാഡത്തിന്റെ ആ കൺസെപ്റ്റ് തന്നെ തെറ്റാ. പ്രായമുള്ള ആൾക്ക് മാത്രമേ ജീവിതത്തെക്കുറിച്ച് ധാരണയുണ്ടാവൂ എന്ന് ആരാ പറഞ്ഞത്? ജീവിതത്തെ അറിയാൻ അങ്ങനെ പ്രായമൊന്നുമില്ല മാഡം. കുറെ നേരം അങ്ങനെ പലതും സംസാരിച്ചിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവക്കാരനാണ് ആദി എന്ന് മനസ്സിലായി. തികച്ചും വിപരീതമായ ആശയങ്ങൾ. എങ്കിലും ആദി എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.